ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് തീയൊക്കെ മൂട്ടാണ് കേട്ടോ. നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെക്കാൻ. അങ്ങനെ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ തീയൊക്കെ കത്തിച്ചെടുക്കൽ. ആദ്യം തന്നെ വിറകുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഓലക്കൊടിയൊക്കെ എടുത്ത് തീയൊക്കെ കത്തിച്ചങ്ങാണ്ട് അതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാഞ്ഞ് വിറകൊക്കെ ഒന്ന് കത്തി പിടിക്കട്ടെ. തീയൊക്കെ നന്നായിട്ട് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ വെള്ളം വെക്കാനുള്ള കലം അതേപോലെ തന്നെ അതിൻ്റെ ഒരു അടപ്പും ഒക്കെ കഴുകിങ്ങാണ്ട് വെള്ളമൊക്കെ റെഡിയാക്കി കൊടുന്ന് വെച്ചിനി കേട്ടോ. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തി പിടിച്ചപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പുമ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് മത്തനാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ മത്തനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ കീറിയിട്ടുങ്ങാണ്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു മത്തൻ കറി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് കേട്ടോ എനിക്ക് താല്പര്യം. പക്ഷേ ഇവിടെ ചിലർക്കൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ഇടാതെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ 2 സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലത്തെ കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അത് അവിടെ നന്നാക്കി വെച്ചിങ്ങാണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചത് തിളച്ച് റെഡി ആയിക്കണമെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി കൊടുന്ന് വെച്ചിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കഴിഞ്ഞ മാസം റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ. നല്ല വേവുള്ള നല്ല അരിയാണ് കേട്ടോ. നല്ല നമ്മളെ ഉണ്ട ചോറ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അരിയാണ്. അപ്പോൾ ആർക്കൊക്കെ അങ്ങനത്തെ ഒരു അരി കിട്ടിയിരിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ മത്തനൊക്കെ ഇവിടെ വിസിലൊക്കെ അടിച്ച് അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഗ്യാസൊന്നും ഓഫാക്കിയിട്ടില്ല കേട്ടോ. ആ ഒറ്റൊരു തീ കത്തിക്കലിന് തന്നെ ഞാൻ എല്ലാ കൂട്ടാനും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചപ്പോൾ തന്നെ ഞാൻ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇന്നലെ നമുക്ക് ബീഫ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ബീഫ് കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിനി. അപ്പോൾ അതെടുത്തുങ്ങാണ്ട് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പപ്പടം പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ചട്ടിക്ക് തന്നെ നമ്മൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിന് കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പീസൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസ് തന്നെയാണ് കേട്ടോ. എങ്കിലും ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിടുന്നത്. അങ്ങനെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഒരു തക്കാളിയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും അരിഞ്ഞ് വെച്ചിന് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തുങ്ങാണ്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും തന്നെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പൊടികളൊന്നും ഇട്ട് കൊടുക്കണില്ല. കാരണം ഇന്നലെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഞാൻ അതൊന്ന് അടച്ച് വെച്ചിങ്ങാണ്ട് കുറച്ച് നേരം അതിലൊന്ന് കിടക്കട്ടെ എന്ന് കരുതിയിട്ടോ. അപ്പോഴുള്ള നമ്മളെ ഇറച്ചിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോഴുള്ളൂ കേട്ടോ നല്ല രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അതവിടെ അടിച്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വാരാൻ വന്നിക്കാണ് കേട്ടോ. അപ്പോൾ സിറ്റൗട്ടും റൂമുകളൊക്കെ അടിച്ചു വാരിക്കഴിഞ്ഞ് ഹാളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഹാളും പാടെ പെട്ടെന്ന് അടിച്ചു വാരട്ടെ കേട്ടോ. അങ്ങനെ പാത്രം കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടിച്ചു വാരട്ടെ കരുതിയിട്ടോ. നേരം കുറേ ആയിട്ടുണ്ട്.
അപ്പോൾ പിന്നെ അടുക്കളയിലത്തെ റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉള്ളിലേക്കും തക്കാളിക്കൊക്കെ ആ ബീഫിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ബീഫൊക്കെ അവിടുന്ന് വാങ്ങി വെച്ചങ്ങാണ്ട് ഞാൻ നമ്മളെ മത്തന് വേവിച്ച് വെച്ചിരുന്നല്ലോ, അതൊന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതി വേറൊരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ പാനൊക്കെ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ അതിക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച മത്തനൊക്കെ അതിക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേവിച്ച് വെച്ച മത്തനൊക്കെ അതിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അത് ഉമ്മ അതിൻ്റെ അടിയിൽ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ടേനി. പിന്നെ ഞാൻ തുടക്കാനും നിന്നിട്ടുണ്ട് കേട്ടോ. ആളും അതേപോലെ തന്നെ റൂമുകളും സിറ്റൗട്ടൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വെടിമ്പാട് തുടച്ച് ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് അലക്കാണ്ടേനി, അത് അലക്കിയിട്ട് കുളിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.